ഇവിടെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം തന്നെയാണല്ലോ ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തത്. അതിൽ തങ്ങന്മാരും മൗലവിമാരും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാവാം ഇങ്ങനെ ഒരു ശീർഷകം നിങ്ങൾ കൊടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം തങ്ങന്മാരെയും മൗലവിമാരെയും പിൻപറ്റുന്നവരാണ് മുസ്ലിം ലീഗിൽ ഉള്ളത്. അവരെ നിഷേധിക്കുന്നവരല്ല, അവരുടെ മാതൃകകൾ സ്വീകരിക്കുന്നവരാണ്. അവർ പകർന്നു തന്നതിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകർ. അതിൽ വിഭാഗീയതയൊന്നുമില്ല. മുസ്ലിം ലീഗ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വിഭാഗീയത കാണുന്നില്ല. അവരെല്ലാം പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ആത്മീയ നേതൃത്വത്തെയൊക്കെ ഒരേപോലെ, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളെ, മുസ്ലിം ലീഗ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ അവർക്ക് ജീവൻ നൽകിയിട്ടുള്ള പ്രസ്ഥാനമല്ലോ. CH മുഹമ്മദ് കോയ സാഹിബ് തൊട്ട് ഇന്ത്യ മുഴുവനും അംഗീകരിക്കുന്ന ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് എല്ലാവർക്കും മാതൃകയാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച CH പോലെയുള്ള മഹാ നേതാക്കന്മാർ, ഇനിയും ഒട്ടനേകം നേതാക്കന്മാരുണ്ട്. ഒരു പേര് ഞാൻ എടുത്ത് പറയുന്നത്. അവരൊക്കെ അംഗീകരിക്കുന്നവരാണ് മുസ്ലിം ലീഗിൻ്റെ ഓരോ പ്രവർത്തകരും എന്ന് പറയും. കാരണം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടി രൂപീകരിക്കുന്ന കാലം തൊട്ട് തന്നെ രാഷ്ട്രീയതരമായിട്ടുള്ള കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. രാഷ്ട്രീയ പ്രസ്ഥാനം സാധാരണ ചെയ്യാറുള്ള എന്താണ്? വോട്ട് ബാങ്ക് ഉണ്ടാക്കുക, വോട്ട് ചേർക്കുക, വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുക, പൊതുവെ എല്ലാവരുടെയും സൗഹാർദ്ദം പങ്കുവെക്കുക, എല്ലാവരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുക, സമരം ചെയ്യുക, ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കുക. ഇതൊക്കെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ലീഗ് അത് മാത്രമല്ലല്ലോ ചെയ്യുന്നത്. ലീഗിൻ്റെ പ്രത്യേകത അതാണ്. ലീഗിനെ വ്യത്യസ്തമാക്കുന്നതും അതുതന്നെയാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ജീവകാരുണ്യ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. സമുദായത്തിൽ ഐക്യമുണ്ടാക്കുന്ന കാര്യത്തിൽ, സമുദായങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതെല്ലാം മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. മറ്റു പാർട്ടികൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആത്മാർത്ഥമായി ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ചെറുതായി കാണുകയോ അല്ല. ഇന്ന ഇലൈന ഇയാബഹും തുമ്മ ഇന്ന അലൈന ഹിസാബുക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. നമ്മളിലേക്ക് മടക്കപ്പെടും. എന്നിട്ട് നിങ്ങൾ വിചാരണക്ക് വിധേയമാവുകയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ആ വിചാരണയെ കാത്തു നിൽക്കുന്നവരാണ് മുസ്ലിം ലീഗിൽ വിശ്വസിക്കുന്നവർ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ. അപ്പം ആ വിചാരണയെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് അവിടെ ചില ഉത്തരങ്ങളൊക്കെ നൽകേണ്ടി വരും. ആ ഉത്തരങ്ങളുടെ ഭാഗമാണത്. ഭൗതിക താല്പര്യങ്ങൾക്കപ്പുറത്തുള്ള പ്രവർത്തനങ്ങൾ. ഒരു പാർട്ടിയുടെ ഭൗതിക താല്പര്യം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വോട്ട് ബാങ്ക് ഉണ്ടാക്കുക, മറ്റ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ എന്താണ് പറ്റുക, അതിന് പൊളിറ്റിക്കലായിട്ട് സ്റ്റെബിലിറ്റി നിലനിർത്തുക എന്നൊക്കെ, ഇതൊക്കെയാണല്ലോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യേണ്ടത്. അതിലപ്പുറത്തുള്ളൊരു കാഴ്ചപ്പാട്, അതൊരു വിചാരണയെ നമുക്ക് നാളെ നേരിടേണ്ടതുണ്ട് എന്നുള്ള ചിന്തയുടെ ഫലമായിട്ടാണ്. അപ്പോൾ അതിന് സമുദായത്തിൽ വിദ്യാഭ്യാസം ഉണ്ടാക്കേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസമുള്ള എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. CH മുഹമ്മദ് കോയ സാഹിബ് അതിലേറ്റവും വലിയ ഉദാഹരണമാണല്ലോ. അദ്ദേഹം ദീർഘകാലം വിദ്യാഭ്യാസ മന്ത്രിയായി, മുഖ്യമന്ത്രിയായി, ഒരു നല്ല ഭരണാധികാരിയായി പേരെടുത്തു. ആ CHൻ്റെ മാതൃകകളാണ് മുസ്ലിം ലീഗിലെ മറ്റ് നേതാക്കൾ, മന്ത്രിമാരായാലും MLA-മാരായാലും സാധാരണ ജനപ്രതിനിധി, പഞ്ചായത്ത് മെമ്പർ തുടങ്ങുന്ന, അവിടുന്ന് തുടങ്ങുന്ന ജനപ്രതിനിധിയായാലും അവരൊക്കെ തന്നെ
പിൻപറ്റുന്നത് സി എച്ച് മുതുക സാഹിബിൻ്റെ ആ ഒരു കാഴ്ചപ്പാടാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിച്ചു. മന്ത്രി എന്ന നിലക്കും അല്ലാത്ത സന്ദർഭങ്ങളിലും അതിനുവേണ്ടി മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി കൊടുത്തു. സ്കൂളുകളില്ലാത്തിടത്തേക്ക് സ്കൂളുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് കൊണ്ടുവരുന്നതിന് വലിയ പ്രയത്നം നടത്തി. ഇതൊക്കെ ഒരു സമുദായത്തിനും വേണ്ടി മാത്രമുള്ള കാര്യങ്ങളായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒരു സ്കൂളുണ്ടായാൽ അവിടെ എല്ലാവരും പഠിക്കുമല്ലോ, എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ സാധിക്കും. സി എച്ചിൻ്റെ മുമ്പിലെത്തുന്ന പിന്നോക്ക പ്രദേശങ്ങളിൽ നിന്നൊക്കെ സി എച്ചിൻ്റെ മുമ്പിലെത്താറുള്ള പ്രമാണിമാരുണ്ടാകും. മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയായിരിക്കും അവർ തിരുവനന്തപുരത്ത് പോയി സി എച്ചിനെ കാണുക. സി എച്ച് അവരോട് പറയാറുള്ളത്, നിങ്ങൾ വേഗം പോയി സ്കൂൾ തുടങ്ങണം, നിങ്ങളുടെ നാട്ടിൽ പോയി സ്കൂൾ തുടങ്ങണം എന്നാണ് വളരെ നിർബന്ധപൂർവ്വം സി എച്ച് പല പ്രമാണിമാരോടും പറഞ്ഞിരുന്നത്. അവരാ വാക്ക് സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ നാടുകളിൽ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ടാക്കുവാൻ തയ്യാറ്. പല സ്കൂളുകളുടെ ചരിത്രവും പല എയ്ഡഡ് സ്ഥാപനങ്ങളുടെയൊക്കെ ചരിത്രവും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് പ്രമാണിമാരാണ് അതിന് മുൻകൈ എടുത്തത്. അവർക്കൊക്കെ അത് തന്നെ അതിൻ്റെ പ്രചോദനം നൽകിയത് സി എച്ച് മുതുവയ സാഹിബായിരുന്നു. അത് ഗാന്ധിജിയുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളത് കൂടി സി എച്ചിൻ്റെ ലക്ഷ്യമായിരുന്നു. സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഗ്രാമീണ ജനതയ്ക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം അനുഭവിക്കേണ്ടതുണ്ട് എന്ന ഗാന്ധിജിയുടെ പ്രസ്താവനകൾ, അതാണ് സി എച്ച് യാഥാർത്ഥ്യമാക്കിയത്. അല്ലാതെ മുസ്ലിം സമുദായത്തിന് മാത്രം നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതല്ല. പിന്നോക്ക പ്രദേശങ്ങളിൽ, കാരണം ആ കാലത്തൊക്കെ പട്ടണങ്ങളിലും സിറ്റികളിലും മാത്രമായിരുന്നല്ലോ വിദ്യാഭ്യാസ സ്ഥാപനവും ഗവേഷണ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളും ഒക്കെ ഉണ്ടായിരുന്നത്. തേഞ്ഞിപ്പലം എന്ന കുഗ്രാമത്തിലാണ് സി എച്ച് മുതുകായ സാഹിബ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. അന്നേ വരെ അതൊരു സങ്കല്പം തന്നെ ആരുടെയും മുന്നിലുണ്ടായിരുന്നില്ല. വലിയ പട്ടണങ്ങളിലാണ്, കാരണം മഹാരാജാവാണ് കേരള യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത്, തിരുവിതാംകൂർ മഹാരാജാവ്. കൊച്ചി എന്ന മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് മറ്റ് സർവകലാശാലകൾ വരുന്നത്. പിന്നെയാണ് കോഴിക്കോട് വരുന്നത്, പിന്നെ കണ്ണൂർ മറ്റൊക്കെ ആയി. കോഴിക്കോട് സർവകലാശാലയുടെ നഗരത്തിലല്ല, ഗ്രാമത്തിലാണ്. അപ്പോൾ ഗ്രാമീണ ജനതയ്ക്ക് വിദ്യാഭ്യാസത്തിന് വെളിച്ചം എത്തിച്ചു കൊടുക്കുക വഴി സ്വാതന്ത്ര്യത്തെ യാഥാർത്ഥ്യമാക്കുകയാണ് അദ്ദേഹം ചെയ്തത് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ശ്രദ്ധ പതിപ്പിച്ച മറ്റൊരു മേഖല കാരുണ്യ പ്രവർത്തനമാണ്. ഇപ്പോൾ ബൈത്തുറഹ്മ പദ്ധതി വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. 8,000 വീടുകൾ നമ്മൾ ബൈത്തുറഹ്മയുടെ തണലിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. 8,000 കുടുംബങ്ങൾക്ക് കേരളത്തിൽ അവർക്കൊരു കിടപ്പാടുണ്ടാക്കി, അവർക്കൊരു വീടിൻ്റെ തണലിലേക്ക് അവരെ നമുക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞു. 7,000 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര അംഗങ്ങളുണ്ടാവും? അതിൽ ജാതിയോ കക്ഷിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കുന്നില്ല. അതിൻ്റെ അർഹത എന്നുള്ളത് ഒരു പ്രദേശത്തെ ഏറ്റവും അർഹതപ്പെട്ടവരാരാണോ, ഒരു വീടിന് വേണ്ടി അർഹതപ്പെട്ടവരാരാണോ അവരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മളത് നിർമ്മിച്ചു കൊടുക്കുന്നത്. സി എച്ച് സെൻ്ററുകൾ, ഇപ്പോൾ നേരത്തെ ഉദാഹരണ സാഹിബ് സൂചിപ്പിച്ചതുപോലെ വയനാട് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ. വയനാട്ടിലെ ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ, അവിടെ ആ നിമിഷം തന്നെ മുസ്ലിം ലീഗ് എത്തി എന്നുള്ളതാണ്. വയനാട് ഉരുൾപൊട്ടലുണ്ടായി, 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളൊക്കെ അവിടെ എത്തുകയാണ്. ഇപ്പോഴും അവിടെ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യമുണ്ട്. ഗവൺമെൻറ് മിഷണറികൾ പോലും ചലിക്കുന്നതിന് മുമ്പ് വയനാട്ടിലെ ആ ദുരിതം നിറഞ്ഞ പ്രദേശത്ത് അവർക്ക് ആശ്വാസം എത്തിച്ചു കൊടുക്കുവാൻ, പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിക്കുവാൻ, മൃതദേഹങ്ങൾ കൊണ്ടുവരുവാൻ, രക്ഷപ്പെട്ടവർക്ക് അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ അതിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിന്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന്, ഈ കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായ ശ്രദ്ധ മുസ്ലിം ലീഗ് കാഴ്ചവെച്ചു എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന്. പിന്നെ സഹോദര സമുദായങ്ങളുമായുള്ള മുസ്ലിം ലീഗിൻ്റെ ബന്ധമാണ്. മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിൽ മുസ്ലിം ലീഗ് പ്രതിജ്ഞാബദ്ധമാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഈ രാജ്യത്തിൻ്റെ സമൂഹത്തിലെ
മതസൗഹാർദ്ദത്തെ മുസ്ലിം ലീഗ് കാണുന്നു. ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഇനി പ്രസംഗിക്കാനൊക്കെ ഉണ്ട്. അവർ ചിലപ്പോൾ അവരുടെ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കാൻ കഴിഞ്ഞേക്കും. പിന്നെ സമുദായത്തിൻ്റെ ഐക്യമാണ്. നമുക്കറിയാലോ, വളരെ വിഭാഗീയത നമ്മുടെ സമുദായത്തിനുള്ളിലുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഐക്യത്തോടെ പ്രവർത്തിക്കണം എന്നുള്ള സന്ദേശമാണ് എപ്പോഴും മുസ്ലിം ലീഗ് നടത്താറുള്ളത്. അതിൻ്റെ ഭാഗമാണ്, ആ ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് നിങ്ങളിപ്പോൾ വീണ്ടും അതിനൊക്കെ തേച്ചു മിനുക്കി പുതിയ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെയും മൗലവിയുടെയും ഐക്യം അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നേരത്തെ ഉത്തരേന്ത്യൻ സമൂഹത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു, മറ്റിതര സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. നമ്മളെക്കാളും ഭൗതികമായി വളരെ ഒരു കാലത്ത് നവാബുമാരും പട്ടോടിമാരും രാജാക്കന്മാരും സുൽത്താന്മാരും ഒക്കെ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം അവകാശപ്പെട്ട് ജീവിച്ചിരുന്ന ഉത്തരേന്ത്യൻ സമൂഹം. പക്ഷെ അവിടെ പണ്ഡിത സമൂഹത്തിന് വഴിക്ക് പോയി. അവിടെയുള്ള ഉമറാക്കൾ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രമാണിമാർ അവരവരുടെ വഴിക്കും പോയി. റെയിൽ പോലെയാണ് പോയത്. സമാന്തരമായിട്ട് സഞ്ചരിച്ചപ്പോൾ അവിടുത്തെ പാവപ്പെട്ട സമുദായത്തിന് ഒരു നേട്ടവും ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. ഇവിടെ പണ്ഡിതന്മാരും പ്രമാണിമാരും ഒരുമിച്ച് തന്നെ നിന്നു എന്നുള്ളതാണ്. അതിൽ മൗലവിമാരുണ്ട്, അതുപോലെ തന്നെ പണ്ഡിതന്മാർ എന്ന് നമ്മൾ ബഹുമാനത്തോടെ വിളിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ഭാഷാപരമായ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ അവരുടെയൊക്കെ ദൗത്യം ഒന്നായിരുന്നു. അവരെല്ലാവരും പണ്ഡിതന്മാരാണ്. അവരുടെയൊക്കെ ദൗത്യം സമുദായത്തിൻ്റെ സമുദ്ധാരണമായിരുന്നു. ആ സമുദ്ധാരണത്തിൽ അന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രാതിനിധ്യം ഇപ്പോൾ ബാഫയ്ക്ക് തങ്ങളുടെ കാലം തൊട്ട് തന്നെ അത് പിന്നെ തങ്ങന്മാർ ആ ഒരു മുഖ്യധാരയിലേക്ക് വന്നു എന്നിവിടെ പറയുകയുണ്ടായി. അപ്പം അങ്ങനെ തങ്ങന്മാരും മൗലവിമാരും ഒരുമിച്ചു. ബാഫയ്ക്ക് തങ്ങളും എൻ്റെ പിതാവും ശിഹാബ് തങ്ങളും അബ്ദുസ്സലാം മൗലവി സാഹിബും കെ മൗലവി സാഹിബും നമ്മുടെ കൊളത്തൂർ മൗലവി സാഹിബ്, അസീസ് മൗലവി സാഹിബ്, കെ സി അബൂബക്കർ മൗലവി സാഹിബ്, ഇങ്ങനെയുള്ള ഒരുപാട് മൗലവിമാർ, അവരെല്ലാവരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഹരിത പതാകയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടവരാണ്. അതിൻ്റെ തണൽ സമുദായത്തിന് അനിവാര്യമാണെന്ന് വിശ്വസിച്ചവരാണ്. അവർ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോയി. NV ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. അവർ തമ്മിലുള്ള ബന്ധം ആത്മബന്ധമായിരുന്നു എന്നുള്ളതാണ്. ബന്ധങ്ങൾ പല ഇതൊക്കെയുണ്ട്, പല നിരക്കുണ്ടാവും. ആത്മബന്ധം ഉണ്ടാവും. ഇന്നിപ്പോൾ രാഷ്ട്രീയത്തിൽ പലപ്പോഴും കാണാനുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റ് ബന്ധങ്ങളുണ്ടാവും. എന്നാൽ മൗലവിമാരും തങ്ങന്മാരും ഉണ്ടായിരുന്നത് ആത്മബന്ധമായിരുന്നു. അത് ജയിലിലും തുടർന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എൻ്റെ പിതാവും അബ്ദുസ്സലാം മൗലവി സാഹിബൊക്കെ ജയിൽവാസം ഒരുമിച്ച് അനുഭവിച്ചവരാണ്. ആ ആത്മബന്ധത്തിൻ്റെ ചുരുളിൽ നിവരുന്ന ഒരുപാട് സംഭവങ്ങൾ അവരുടെ ജയിൽ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് അവരോടൊപ്പം ജയിൽവാസം അനുഭവിച്ചവരുടെ സ്മരണകളിൽ നിന്ന് നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആത്മബന്ധമാണ് നമുക്ക് ആവശ്യം. അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമുദായത്തിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിനെല്ലാം ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയില്ല. എല്ലാവരെയും നമുക്ക് ഒന്നാക്കാനും പറ്റില്ല. എല്ലാവരും ഒന്നാവും വേണ്ട. എന്നാൽ ഒരുമിച്ചിരുന്നാൽ മതി. അതാണ് നമുക്ക് വേണ്ടിയത്. ഒന്നാവണ്ട. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒന്ന് ഒരുമിച്ചിരിക്കാനുള്ള സന്മനസ്സുണ്ടായാൽ തന്നെ പ്രശ്നങ്ങളുടെ 90% നമുക്ക് പരിഹരിക്കുവാൻ കഴിയും. ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് പിസ്സത്ത് ഇങ്ങനെയൊരു നല്ലൊരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പം നമുക്ക്
വിഭാഗീയത ഉണ്ടല്ലോ, എല്ലായിടത്തും വിഭാഗീയത നമുക്കറിയാം, സമുദായത്തിൽ വിഭാഗീയത. എന്നാൽ ആ അകന്ന് ഇരിക്കുന്നതിൻ്റെ കാരണങ്ങളെക്കാളും എത്രയോ 1000 മടങ്ങ് കാരണങ്ങൾ ഒരുമിച്ചിരിക്കാനുണ്ട് എന്നതാണ് കാലം നമ്മളോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഭാഗീയതയ്ക്കുള്ള കാരണങ്ങൾ, ആ കാരണങ്ങളെക്കാളും 1000 മടങ്ങ് കാരണങ്ങൾ നമുക്ക് ഒരുമിച്ചിരിക്കുവാനുണ്ട് എന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കുവാൻ നമുക്ക് സാധിക്കണം. ഓരോ സംഭവങ്ങളുണ്ടാകുമ്പോഴും അതാണല്ലോ. ഇപ്പോൾ വയനാട് നമ്മൾ ഒരുമിച്ചിരിക്കേണ്ടതിൻ്റെ കാര്യമാണത്. പ്രളയങ്ങളുണ്ടാകുമ്പോൾ അവിടെ നമ്മൾ ഒരുമിച്ചിരിക്കുന്നു. കോവിഡ് ദുരന്തം വന്നപ്പോൾ അവിടെയും എല്ലാവരും ഒരുമിച്ചിരുന്നു. അല്ല സാങ്കേതിക വിദ്യയോ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളൊന്നുമല്ല അതിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്തിയത്. മനുഷ്യർക്ക് ഒന്നാണ് എന്ന വിശ്വാസം, ആ ഒരു ഒരുമ, അതാണ് നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഭിന്നിച്ചിരിക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് കാരണങ്ങൾ നമുക്ക് ഒരുമിച്ചിരിക്കാനുണ്ട്. അത് കൂടുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയ നല്ലൊരു വേദിയാണ്. ഇങ്ങനെ പരസ്പരം വിഴുപ്പലക്കാനുള്ള വേദിയായിട്ടാണ് പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നത്. പക്ഷേ നന്മകൾ പ്രസരിപ്പിക്കാനും അതിനെ വളർത്താനുമുള്ള വേദികളാക്കി സോഷ്യൽ മീഡിയയെ മാറ്റേണ്ടതുണ്ട്. സലാം സാഹിബ് നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. കുത്തുവാക്കുകൾ കുറക്കുക എന്നുള്ളതും ഇന്ന് ഏറ്റവും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ, അതിലേക്കാകും ആരും പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് മാന്യമായ ഭാഷയിൽ പറയാം. ഖുർആൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. മാന്യമായ ഭാഷയിൽ പറയുന്നതിന് പകരം അത് കുത്തുവാക്കുകളും പരസ്പരം പഴിചാരുന്ന വളരെ മോശപ്പെട്ട വാക്കുകളിലേക്കും പോകാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് സാന്ദർഭികമായി ഇവിടെ പറയുവാനുള്ളത്. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഇതാണ് ഈ മുസ്ലിം സംഘടനകൾ. ആ സംഘടനകൾ നമുക്ക് ഒരുമിച്ചിരിക്കാനുള്ള വേദികൾ, അത് മുസ്ലിം ലീഗ് പലപ്പോഴും അത് ചെയ്യാറുണ്ട്. എല്ലാ സംഘടനാ നേതാക്കന്മാരെയും ഒരുമിച്ചിരുത്തി ആ സൗഹൃദത്തിൻ്റെ ഊഷ്മളമായ അന്തരീക്ഷം ഇടയ്ക്കിടയ്ക്ക് അത് ആസ്വദിക്കാറുണ്ട്. അത് താഴെ തട്ടിലും അത് ഉണ്ടാകണം. എല്ലാ സംഘടനകളും ഒരുമിച്ചിരിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തണം. കാലം നമ്മളോട് അത് ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ വരികളുണ്ടല്ലോ, അള്ളാഹു ഒന്നാണ്, ഖുർആൻ ഒന്നാണ്, ഹറം ഒന്നാണ്, വിശുദ്ധ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാണ് എന്നതുപോലെ മുസ്ലിങ്ങളും ഒന്നായി കണ്ടെങ്കിൽ എന്ന് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പാടിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതാണ് സമുദായം ആഗ്രഹിക്കുന്നത്. ഇസ്സത്ത് ഫൗണ്ടേഷൻ്റെ ഈ പ്രവർത്തനം അതിപ്പോൾ നമ്മൾ തങ്ങന്മാരും മൗലവിമാരും മാത്രം ചോദിച്ചാൽ പോരാ, ഉദ്യോഗസ്ഥന്മാരും ചോദിക്കണം. ബാക്കിയുള്ള എല്ലാവരും ചോദിച്ചുകൊണ്ട് തന്നെ ഇതിനെ അനർത്ഥമാക്കേണ്ടതുണ്ട്. നമ്മളേതായാലും ഒന്നിക്കും, നമുക്ക് അത് മനസ്സിലാകുന്നവരാണ്. മനസ്സിലാക്കാത്തവരെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. മുസ്ലിം ലീഗ് അതിൻ്റെ ഏറ്റവും പറ്റിയ ഒരു വേദിയാണ്. ഹജ്ജത്തുൽ വിദാഇൻ്റെ സന്ദർഭത്തിൽ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഈ പവിത്രമായ പ്രദേശം പോലെ അവിടെ ജബൽ റഹ്മയിൽ നിന്നാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗം നിർവഹിക്കുന്നത്. ഈ പരിശുദ്ധമായ പവിത്രമായ താഴ്വാരം എന്ന അറഫയെ ചൂണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പരിശുദ്ധമായ പ്രദേശത്തിൻ്റെ പവിത്രത പോലെ നിൻ്റെ സഹോദരൻ്റെ സമ്പത്ത്, നിൻ്റെ സഹോദരൻ്റെ രക്തം, നിൻ്റെ സഹോദരൻ്റെ അഭിമാനം അതും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞത്. രക്തവും സമ്പത്തും അത് ചിലപ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്കത് പ്രകടമാണ്. രക്തം ചിന്തുമ്പോഴും സമ്പത്ത് കവരുമ്പോഴൊക്കെ പ്രകടമാണല്ലോ. അതേപോലെ തന്നെ നമ്മൾ തൻ്റെ സഹോദരൻ്റെ അഭിമാനവും ക്ഷതപ്പെടുന്നുണ്ട് എന്ന്
ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ വാക്കുകളിലൂടെ രക്ഷപ്പെടാം, നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ രക്ഷപ്പെടാം, നമ്മുടെ തീരുമാനങ്ങളിലൂടെ അതിന് ക്ഷതം സംഭവിക്കാം. ഒടുക്കത്തിൻ്റെ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മനുഷ്യാവകാശ പ്രഖ്യാപനം നമ്മൾ ഓർക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമാണ്. നിൻ്റെ രക്തം പോലെ, നിൻ്റെ സമ്പത്ത് പോലെ, നിൻ്റെ അഭിമാനം പോലെ പവിത്രമാണ് നിൻ്റെ സഹോദരൻ്റെ രക്തവും സമ്പത്തും അഭിമാനവും എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അത് ഓരോരുത്തരും ഉൾക്കൊള്ളണം. വിശുദ്ധരായ മൗലവിമാരും ആത്മീയ മേഖലയിൽ നിറഞ്ഞു നിന്ന എൻ്റെ പിതാവിനെ പോലെയുള്ള തങ്ങന്മാരും അവരെല്ലാം അത് മനസ്സിലാക്കിയവരാണ്. അവരുടെയൊക്കെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആ നല്ല പാഠങ്ങൾ മനസ്സിലാക്കാൻ കഴിയും.